ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വലിയ വിശേഷപ്പെട്ട ഒരു ഏകാദശിയാണ് വരാൻ പോകുന്നത്. അതായത് മാർച്ച് 20 ബുധനാഴ്ച, അംല ഏകാദശി. അംല എന്ന് വെച്ചാൽ എന്താണ്? നെല്ലിക്ക. കുറേ വിശേഷം പറയാനുണ്ട്. അതിനു മുമ്പായിട്ട് ചില രാജ്യങ്ങളുടെ കാര്യങ്ങളൊന്ന് പറയാം. അതായത് സിംഗപ്പൂർ, ജർമ്മനി, UK, ഓസ്ട്രേലിയ എന്നീ സ്ഥലങ്ങളിലുള്ള ആളുകളുടെ ഏകാദശി എന്ന് പറയുന്നത് 21 അതായത് വ്യാഴാഴ്ച ദിവസം. ഏതൊക്കെ സ്ഥലങ്ങളാണ്? സിംഗപ്പൂർ, ജർമ്മനി, UK, ഓസ്ട്രേലിയ. അവരുടെ ഏകാദശി 21 വ്യാഴാഴ്ച ദിവസമാണ്. അവർ പാരണ വീടേണ്ടത് 22 പാരണാ സമയം ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടാം. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ: സിംഗപ്പൂർ, ജർമ്മനി, UK, ഓസ്ട്രേലിയ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം 20 ഏകാദശി. അങ്ങനെ ആകുമ്പോൾ നാളത്തെ ദിവസം, അതായത് 19 നമ്മൾ സാധാരണ ഏകാദശിക്ക് എടുക്കുന്നത് പോലെ ഒരു നേരം അരിഭക്ഷണം. ഈ മറ്റു പ്രത്യേക സ്ഥലങ്ങൾ പറഞ്ഞല്ലോ, ആ സ്ഥലങ്ങളിലുള്ളവർ 20 ഒരു നേരം അരിഭക്ഷണം, 21 ഏകാദശി, 22 പാരണ വീടുക. അല്ലാത്തവർ കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ അമേരിക്ക, മാലദ്വീപ്സ്, അങ്ങനെയുള്ള സാംബിയ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ 20 ഏകാദശി, 21 പാരണ വീടുന്നു, 19 ഒരിക്കലുണ്ണുന്നു. ഇങ്ങനെയാണ് ആ 3 ദിവസം. പാരണാ സമയം ഞാൻ അടുത്ത ദിവസം ഇടാം. എല്ലാവരും അത് കണ്ട് അതനുസരിച്ചിട്ട് പാരണ വീടുക. ഇപ്പോൾ ഈ ഏകാദശി, അതായത് അംല ഏകാദശി, വലിയ വിശേഷമാണ്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഏകാദശിയാണ്. സകല പാപങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ മോക്ഷം ലഭിക്കുമെന്നും സ്വർഗം ലഭിക്കുമെന്നും പറയുന്നു. 1000 പശുക്കളെ ദാനം ചെയ്യുന്നതിന് തുല്യമാണ് ഈ ഏകാദശി എന്നും പറയുന്നു. ഇനി എന്താണ് വ്രതകഥ? അതായത് ഒരിക്കൽ യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, എന്താണ് ഈ ഏകാദശിയുടെ പ്രത്യേകത എന്ന്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, വശിഷ്ഠ മഹർഷി മഹാനായ മാന്ധാത രാജാവിന് പറഞ്ഞുകൊടുത്ത കഥ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്നു. ഒരിക്കൽ ഈ മാന്ധാത രാജാവ് വശിഷ്ഠ മഹർഷിയോട് ചോദിച്ചു, ഹേ മഹർഷി, താങ്കൾക്ക് എന്നിൽ സന്തോഷമുണ്ടെങ്കിൽ അത്തരമൊരു വ്രതാനുഷ്ഠാനത്തിൻ്റെ രീതി എന്നോട് പറയൂ, എനിക്ക് വളരെ പ്രയോജനമായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ മഹർഷി വശിഷ്ഠൻ പറയുകയാണ്, അല്ലയോ രാജാവേ, അംല ഏകാദശി വ്രതം എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും ഉത്തമവും ആത്യന്തികമായി മോക്ഷവും നൽകുന്നു എന്ന് പറയുന്നു. ഉടനെ മാന്ധാത രാജാവ് പറയുകയാണ്, ഹേ മഹാമുനി, എങ്ങനെയാണ് ഈ അംല ഏകാദശി വ്രതം ഉണ്ടായത്? ഈ വ്രതം അനുഷ്ഠിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ദയവായി ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു തരൂ എന്ന് പറയുന്നു. അപ്പോൾ മഹർഷി വശിഷ്ഠൻ പറയുകയാണ്, അല്ലയോ രാജാവേ, ഈ വ്രതത്തിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫാൽഗുണ മാസത്തിലെ ശുക്ലപക്ഷത്തിലാണ് ഈ വ്രതം ആചരിക്കുന്നത്. ഈ വ്രതത്തിൻ്റെ ഫലം മൂലം എല്ലാ പാപങ്ങളും പൂർണ്ണമായും നശിക്കും. പുണ്യം, അതിൻ്റെ ഫലം, എല്ലാ പുണ്യങ്ങളുമാണ് ആ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ കിട്ടുന്നത്. 1000 പശുക്കളെ ദാനം ചെയ്യുന്നതിന് തുല്യമാണ് ഈ ഏകാദശി വ്രതം എടുക്കുന്നത്. എന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പുരാതന കാലത്ത് വേദം എന്ന പേരിൽ ഒരു നഗരമുണ്ടായിരുന്നു. ആ നഗരത്തിൽ ബ്രാഹ്മണര്, വൈശ്യര്, ക്ഷത്രിയര്, ശൂദ്രര്, ഈ 4 ജാതി വ്യവസ്ഥ, വർണ്ണവ്യവസ്ഥയായിരുന്നല്ലോ പണ്ട് നിലവിലിരുന്നിരുന്നത്. ആ 4 ജാതികളിൽപ്പെട്ടവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. എപ്പോഴും ആ രാജ്യത്ത് വേദങ്ങളുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. ആ നഗരത്തിൽ പാപികളോ ദുഷ്ടന്മാരോ നിരീശ്വരവാദികളോ ഉണ്ടായിരുന്നില്ല. ചൈത്രരഥൻ എന്ന ചന്ദ്രവംശത്തിൽപ്പെട്ട രാജാവായിരുന്നു ആ നഗരം ഭരിച്ചിരുന്നത്. ആ രാജാവ് ഉന്നത പണ്ഡിതനും വലിയ ഭക്തനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ദരിദ്രരോ അത്യാഗ്രഹികളോ ഉണ്ടായിരുന്നില്ല. ആ രാജ്യത്തിലെ ജനങ്ങളെല്ലാം മഹാവിഷ്ണുവിൻ്റെ കടുത്ത ഭക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ
ആ നിവാസികളെല്ലാം, ആ രാജ്യത്തുള്ള ജനങ്ങളെല്ലാവരും തന്നെ എല്ലാ ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിക്കുമായിരുന്നു. ഒരിക്കൽ ഫാൽഗുണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ അംല ഏകാദശി അന്ന് രാജാവും പ്രായമായവരും, അതായത് ആ നഗരത്തിലെ പ്രായമായവർ മുതൽ കുട്ടികൾ വരെ, അതായത് സകല ദേശവാസികളും കൂടി എന്തു ചെയ്യുന്നു, ഒന്നിച്ചാണ് അവർ ഏകാദശി എടുത്തിരുന്നത്. ഇവരെല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ വരികയും ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അവർ അവരുടെ പൂജയിൽ നെല്ലിക്ക വെച്ചിട്ടാണ് ആ ഏകാദശിയിൽ അവർ പൂജ ചെയ്യുന്നത്. എന്നിട്ട് കാരണം നെല്ലിക്ക ബ്രഹ്മാവിൻ്റെ രൂപമാണ്, ബ്രഹ്മാവിൽ നിന്നുമാണ് നെല്ലിക്ക ഉണ്ടായത്, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ നെല്ലിക്കയെ പ്രാർത്ഥിക്കുന്നത് വലിയ ഗുണമാണ്. മഹാലക്ഷ്മിയുടെ പ്രത്യേകം അനുഗ്രഹം നമുക്ക് നെല്ലിക്കയെ പൂജിച്ചാൽ, നെല്ലിമരത്തിനെ പൂജിച്ചാൽ കിട്ടും. അതൊക്കെ നമുക്കറിയാം. അങ്ങനെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് നെല്ലിക്ക വെച്ചിട്ടാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നു എല്ലാ പാപങ്ങളും മാറ്റിക്കളയാനായിട്ട്. രാജാവിൻ്റെ നഗരിയിലുള്ള സകലമാന മനുഷ്യരും കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉറക്ക വളച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. രാത്രി മുഴുവൻ ഇവരെന്ത് ചെയ്യും, ഇങ്ങനെ ഭഗവാന്റെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അത് കേട്ടുമൊക്കെയാണ് അവർ ആ ഏകാദശി അനുഷ്ഠിക്കുന്നത്. അങ്ങനെ എല്ലാവരും രാത്രിയിൽ ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഇരുന്ന് കഥകളൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാത്രിയിൽ ഒരു വേട്ടക്കാരൻ ആ സ്ഥലത്തേക്ക് വരുന്നു. ആ വേട്ടക്കാരൻ വേറൊരു ദേശത്തു നിന്നും വന്നവനാണ്. അവന് മഹാപാപിയും ദുഷ്പ്രവർത്തിക്കാരനും ആയിരുന്നു. മൃഗങ്ങളെ കൊന്നു കുടുംബം പോറ്റിയിരുന്ന ആളായിരുന്നു ആര്? ആ വേട്ടക്കാരൻ. വിശപ്പും ദാഹവും കൊണ്ട് അയാൾ അത്യധികം വിഷമിച്ചു. കുറച്ച് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ച് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ഒരു മൂലയിൽ ഇരുന്നു. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഈ ദേശവാസികളെല്ലാവരും അവിടെ കൂടിയിരുന്ന് ഈ വ്രതകഥകൾ അല്ലെങ്കിൽ ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ കഥയും ഏകാദശിയുടെ മഹത്വവും കേൾക്കാൻ തുടങ്ങി ഈ വേട്ടക്കാരനും. ഈ രീതിയിൽ വേട്ടക്കാരൻ രാത്രി മുഴുവൻ മറ്റുള്ളവരെങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഉറങ്ങാതെ ഇരുന്നു. എന്നിട്ട് ഈ കഥകളെല്ലാം കേട്ടു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. അതുപോലെ വേട്ടക്കാരനും തിരിച്ച് അയാളുടെ വീട്ടിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ വേട്ടക്കാരൻ എന്തു ചെയ്യുന്നു? മരിച്ചുപോയി. മരണത്തിന് ശേഷം യഥാർത്ഥത്തിൽ ഇയാൾ പാപിയായതുകൊണ്ട് അയാൾ എവിടെ പോകണമായിരുന്നു? നരകത്തിൽ പോകണമായിരുന്നു. പക്ഷെ എന്നാൽ ഇയാൾ ഒരു ദിവസം ഈ ഏകാദശി ആ കഥയെല്ലാം കേട്ട് രാത്രി ഉറങ്ങാതിരുന്ന് ആ ഒരു കേൾവി കൊണ്ട് മാത്രം അയാളുടെ സകല പാപങ്ങളും നശിച്ചു. അങ്ങനെ അയാൾ എന്തു ചെയ്തു? നരകത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ വീണ്ടും എന്തു ചെയ്യപ്പെട്ടു? അയാൾ ജനിക്കുന്നു. അയാൾ ജനിച്ചത് എവിടെയാണ്? വിദുരഥ രാജാവിൻ്റെ ഭവനത്തിലാണ് അയാൾ ജനിക്കുന്നത്. ആ ജനിച്ച ആ കുട്ടിക്ക് വസുരഥൻ എന്ന് പേരിട്ടു. അതായത് ഈ വേട്ടക്കാരനാണ് പിറ്റേ ജന്മത്തിൽ വസുരഥനായി ജനിക്കുന്നത്. അയാൾ വളർന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഭരണം കിട്ടി. അങ്ങനെ ധാരാളം സമ്പത്തും ധാന്യങ്ങളും സൈന്യവും ഒക്കെ ഉണ്ടായി. അങ്ങനെ 10,000 ഗ്രാമങ്ങൾ ഈ വസുരഥൻ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ വസുരഥൻ രാജാവായി. ഈ വസുരഥ രാജാവ് വലിയ ഭക്തനായിരുന്നു, വിഷ്ണു ഭക്തനായിരുന്നു, വിശ്വാസിയായിരുന്നു, സത്യസന്ധനായിരുന്നു, ധീരനും ആയിരുന്നു. അദ്ദേഹം ജനങ്ങളെയെല്ലാം തുല്യ ബഹുമാനത്തോടെയായിരുന്നു കണ്ടിരുന്നത്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. ഒരിക്കൽ ഈ വസുരഥ രാജാവ് നായാട്ടിന് പോയി കാട്ടിൽ വെച്ച് അദ്ദേഹത്തിന് വഴി തെറ്റി. അങ്ങനെ ഇദ്ദേഹത്തിന് തിരിച്ച് പോകാനായിട്ട് അറിയാൻ പറ്റിയില്ല. അങ്ങനെ ദിശയൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം കാട്ടിലെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങി. കുറച്ച് സമയത്തിന് ശേഷം കുറേ കൊള്ളക്കാർ അവിടെ എത്തി. അപ്പോൾ രാജാവ് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കൊല്ലുക എന്ന് അവർ അലറി വിളിച്ചുകൊണ്ട് വസുരഥ രാജാവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് ഈ കൊള്ളക്കാർ പറയുകയാണ്, ഈ ദുഷ്ടനായ രാജാവ് നമ്മുടെ മാതാപിതാക്കളെയും കുട്ടികളെയും പേരക്കുട്ടികളെയും എല്ലാം കൊന്നു കളഞ്ഞിരുന്നു, ബന്ധുക്കളെയും കൊന്നു. അതായത് ഇവർ കൊള്ളക്കാരാണല്ലോ, രാജാവ് സത്യസന്ധന ആയതുകൊണ്ട് ഈ കൊള്ളക്കാരെയെല്ലാം കൊന്നിരുന്നു. ഞങ്ങളെ എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ രാജ്യത്തു നിന്നും പുറത്താക്കി. അതുകൊണ്ട് ഇപ്പോൾ ഒരവസരം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊരു പ്രതികാരം നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒറ്റയ്ക്കാണല്ലോ, അങ്ങ് കൊന്നു കളഞ്ഞേക്കാമെന്ന് പറഞ്ഞു.
ഇതും പറഞ്ഞ് കവർച്ചക്കാർ രാജാവിനെ അടിക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു. പക്ഷേ ഈ കൊള്ളക്കാരുടെ ആക്രമണം കൊണ്ട് രാജാവിന് ഒന്നും പറ്റിയില്ല. ആയുധങ്ങൾ രാജാവിൻ്റെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ തന്നെ ഈ ആയുധങ്ങൾക്കൊക്കെ നാശം സംഭവിക്കാൻ തുടങ്ങി. ആ ആയുധങ്ങൾ രാജാവിന് പുഷ്പങ്ങൾ പോലെയാണ് തോന്നിയത്. കുറച്ച് സമയത്തിന് ശേഷം ഭഗവാന്റെ ഇഷ്ടപ്രകാരം ആ കൊള്ളക്കാരുടെ ആയുധങ്ങൾ തിരിച്ച് ഈ കൊള്ളക്കാരെ തന്നെ ആക്രമിക്കാൻ തുടങ്ങി. അത് കാരണം എല്ലാ കൊള്ളക്കാരും അബോധാവസ്ഥയിലായി. ആ സമയം രാജാവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു. ആ ദേവി അതിസുന്ദരിയും മനോഹര വസ്ത്രങ്ങളാലും ആഭരണങ്ങളാലും അലങ്കൃതയായിരുന്നു. നെറ്റി ചുളിഞ്ഞിരുന്നു ദേവിയുടെ കണ്ണുകളിൽ നിന്നും കോപത്തിൻ്റെ തീജ്വാലകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സമയം ആ തീനാളങ്ങൾ മുഴുവൻ കൊള്ളക്കാരെയും നശിപ്പിച്ചു. രാജാവ് ഉറക്കത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റപ്പോൾ അവിടെ ധാരാളം കൊള്ളക്കാർ മരിച്ചു കിടക്കുന്നതായി കണ്ടു. ആരാണിവരെ കൊന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇദ്ദേഹം ഇതെല്ലാം ഉറങ്ങുകയായിരുന്നു. ഈ കാര്യങ്ങളൊന്നും നടന്നത് രാജാവ് അറിഞ്ഞില്ല. ഈ കാട്ടിൽ ആരാണ് തന്നെ സഹായിച്ചത് എന്ന് രാജാവ് ആലോചിക്കാൻ തുടങ്ങി. വസുരഥ രാജാവ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നിമിഷം തന്നെ ആകാശത്ത് നിന്നും ഒരു ശബ്ദം ഉയർന്നു വന്നു. മഹാരാജാവേ, മഹാവിഷ്ണുവല്ലാതെ ഈ ലോകത്തിൽ നിന്നെ സംരക്ഷിക്കാൻ ആർക്കാണ് കഴിയുക? ആകാശത്തു നിന്നുള്ള ഈ ശബ്ദം കേട്ട് രാജാവ് മഹാവിഷ്ണുവിനെ സ്മരിച്ച് അദ്ദേഹത്തെ വണങ്ങി മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ച് അദ്ദേഹത്തിന് സ്വദേശത്തേക്ക് മടങ്ങാൻ കഴിഞ്ഞു. അങ്ങനെ സന്തോഷത്തോടുകൂടി ആ ദേശം ഭരിച്ചു. ഇതാണ് വസിഷ്ഠ മഹർഷി മാന്ധാത രാജാവിന് പറഞ്ഞു കൊടുത്ത കഥ. അങ്ങനെ വസിഷ്ഠ മഹർഷി മാന്ധാത രാജാവിനോട് പറയുകയാണ്, അല്ലയോ രാജാവേ, ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ സകല കാര്യങ്ങളിലും നാം വിജയിക്കുകയും ഒടുവിൽ വൈകുണ്ഠത്തിൽ എത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഈ കഥ ഭഗവാൻ നാരായണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നു. ഭഗവാൻ ശ്രീഹരിയുടെ ശക്തി നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പരാജയപ്പെടുത്തുന്നു. മനുഷ്യരെ മാത്രമല്ല ദൈവങ്ങളെയും സംരക്ഷിക്കാൻ ഈ ഏകാദശി വ്രതത്തിന് പൂർണ്ണമായ കഴിവുണ്ട്. ഈ ശക്തിയാൽ, അതായത് ഏകാദശിയുടെ ശക്തിയാൽ മഹാവിഷ്ണുവിന് മധുകൈതഭൻ എന്ന അസുരന്മാരെ വധിക്കാനായിട്ട് സാധിച്ചു. ഈ ശക്തിയാൽ ഏകാദശിയുടെ രൂപത്തിൽ മൂർ എന്ന അസുരനെ വധിച്ച് ദേവന്മാരുടെ ദുരിതങ്ങൾ നീക്കി അവരെ സന്തോഷിപ്പിക്കാനും ആർക്ക് കഴിഞ്ഞു? മഹാവിഷ്ണുവിന് കഴിഞ്ഞു. അപ്പോൾ മഹാവിഷ്ണു പോലും ഏകാദശി വ്രതം എടുക്കുന്നുണ്ട്. മനുഷ്യർ മാത്രമല്ല, 30 കോടി ദൈവങ്ങളും സകല ദേവന്മാരും എടുക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം. അങ്ങനെയുള്ള ഈ പുണ്യമായ വ്രതം മനുഷ്യർ മാത്രമാണ് എടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഒരു മാസത്തിൽ 2 ഏകാദശി വരും. ഈ 2 ഏകാദശികൾക്കും വളരെ വളരെ പ്രത്യേകതകളുണ്ട്. കാരണം ഓരോ ഏകാദശിക്കും ഓരോ ഫലങ്ങളാണ്, ഓരോ പേരുകളാണ്. വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ട് ഏകാദശിയും മഹാദ്വാദശിയും കൂടി വരുന്ന ദിവസമാണ് നമ്മൾ ഏകാദശിയായിട്ട് എടുക്കുന്നത്. മഹാദ്വാദശിക്ക് വലിയ ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണത്തെ ഏകാദശി 20-ാം തീയതി ആചരിക്കുന്നത്. വൈഷ്ണവ വിശ്വാസം അനുസരിച്ച് 20-ാം തീയതിയാണ് ആചരിക്കുന്നത്. 19-ാം തീയതി ഏകാദശി തിഥി പകല് മുഴുവനുണ്ട്. അതുകൊണ്ട് തന്നെ 19-ാം തീയതിയും 20-ാം തീയതിയും 21-ാം തീയതിയും എല്ലാവരും തന്നെ പൂർണ്ണമായ പ്രാർത്ഥനയിലിരിക്കുക. ഇനി ഞാൻ പറഞ്ഞ ഈ ഓസ്ട്രേലിയ, UK, ജർമ്മനി, സിംഗപ്പൂർ ഈ സ്ഥലങ്ങളിലുള്ള ആളുകൾ 20, 21, 22 ദിവസങ്ങൾ പൂർണ്ണമായ പ്രാർത്ഥനയിലിരിക്കുക. പാരണാസമയവും വ്രതാനുഷ്ഠാന രീതിയും ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാമെന്നും നെല്ലിക്ക വെച്ച് നമ്മൾ എങ്ങനെ പൂജ നടത്തണമെന്നും ഉള്ള കാര്യമൊക്കെ ഞാൻ നാളത്തെ ദിവസം ഇടാം. നാളെ നിങ്ങളെല്ലാവരും
ഒരിക്കലെടുത്ത് ഇരിക്കുക. ഒരു നേരം അരിഭക്ഷണം, നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഉള്ളി വെളുത്തുള്ളി മുതലായ രജസ്വ ഭക്ഷണങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ എന്തെങ്കിലും വളരെ ലഘുവായിട്ടുള്ള കൂട്ടാനൊക്കെ കൂട്ടി ഒരു നേരം ആഹാരം കഴിക്കുക. രാവിലെ കുളിക്കുക, നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കുക. രാവിലെ ഗോതമ്പൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. റാഗി, ഗോതമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ധാന്യങ്ങളൊക്കെ കഴിക്കുക. വൈകുന്നേരം പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് നല്ലത്. അതും വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ്, സൂര്യാസ്തമയത്തിന് മുമ്പ് കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അത് കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല, മരുന്നൊക്കെ കഴിക്കുന്നവരും അതനുസരിച്ചിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റുക. എന്ത് തന്നെ ആയാലും ഒരു നേരം മതി അരിഭക്ഷണം. ഇനി ഏകാദശി ദിവസത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടാം. നിങ്ങളെല്ലാവരും കുറച്ച് നെല്ലിക്ക മേടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക നാളത്തെ ദിവസം തന്നെ. ഇനി വീട്ടിൽ നെല്ലിമരം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ നെല്ലിമരത്തിൻ്റെ ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം തൂത്തുവാരി ഭംഗിയായിട്ട് വെക്കുക. നെല്ലിമരത്തെ എപ്പോഴും പൂജിക്കുന്നത് വലിയ വിശേഷമാണ്, മഹാലക്ഷ്മിയാണ്. നെല്ലിമരം ഉണ്ടെങ്കിൽ അതിനെ വെട്ടിയൊന്നും കളയരുത്, അതിൻ്റെ ഇലയൊക്കെ വീഴുമെന്നും പറഞ്ഞൊന്നും തല്ലിപ്പൊളിച്ചൊന്നും കളയരുത്. അത് മഹാലക്ഷ്മിയാണ്, നമ്മുടെ വീടിന് ഐശ്വര്യം മാത്രമേ പ്രദാനം ചെയ്യുകയുള്ളൂ. ഇനി ഒരു നെല്ലിമരമൊക്കെ മേടിച്ച് വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ തുളസി ചെടിയൊക്കെ വെക്കുന്നത് പോലെ തന്നെ സ്ഥലമുണ്ടെങ്കിൽ നമുക്കൊരു നെല്ലിമരവും കൂടി വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കഥയൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ദിവസം വ്രതാനുഷ്ഠാനത്തിൻ്റെ രീതിയും ഭക്ഷണക്രമങ്ങളും മാരണ സമയവും കൂടി ഇടാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.